സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എയ്ഡഡ് നിയമനങ്ങളിൽ വൻ അഴിമതിയെന്ന് കണ്ടെത്തൽ. വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പരിശോധനയിലാണ് വ്യാപക അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തിയത്. സ്ഥലം മാറ്റ അപേക്ഷകൾക്കും ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്കും കൈക്കൂലി വാങ്ങുന്നു എന്നാണ് കണ്ടെത്തൽ. വിജിലൻസിന്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഭിന്നശേഷി സംവരണം അട്ടിമറിക്കൽ, സ്ഥലം മാറ്റം തുടങ്ങി ഫയലുകൾ തീർപ്പാക്കുന്നതിന് വരെ കൈക്കൂലി. തസ്തിക നിലനിർത്താനും പുതിയ തസ്തിക സൃഷ്ടിക്കാനും നിയമനം ക്രമവൽക്കരിക്കാനും സ്കൂൾ അഡ്മിഷനുകളിലും അറ്റൻഡൻസുകളിലും വ്യാപക ക്രമക്കേട്. അഴിമതിയും ക്രമക്കേട് നടക്കുന്നുവെന്ന പരാതിയിലായിരുന്നു വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശാനുസരണം മിന്നൽ പരിശോധന. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 55 ഓഫീസുകളിലായിരുന്നു പരിശോധന. അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് കൺസൾട്ടന്റുമാർ എന്ന നിലയിൽ വിരമിച്ച ചില ഉദ്യോഗസ്ഥർ തന്നെ ഇടനിലക്കാരായി നിൽക്കുന്നതും കണ്ടെത്തി. ഇടനിലക്കാർ വലിയ തുക കൈക്കൂലിയായി വാങ്ങിയെടുത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് വീതം വെച്ച് നൽകിയതായും അന്വേഷണത്തിൽ വിവരം ലഭിച്ചു. മനഃപൂർവ്വമായി ഫയലുകൾക്ക് കാലതാമസം വരുത്തിച്ച് ഫയലുകൾ നീങ്ങാനും കൈക്കൂലി വാങ്ങി. ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ പല നിയമനങ്ങൾക്കും അംഗീകാരം നൽകി. എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക തസ്തിക നിലനിർത്താൻ മറ്റു സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ അഡ്മിഷൻ എടുത്തതായി കാണിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിൽ വരുന്ന ഒരു സ്കൂളിൽ ഭിന്നശേഷി സംവരണം പാലിക്കാതെ 11 അധ്യാപകരെയാണ് നിയമിച്ചത്. ആലപ്പുഴയിൽ 2 എയ്ഡഡ് സ്കൂളുകളിലെ ക്ലർക്കുമാരുടെ അക്കൗണ്ടിൽ നിന്ന് കൈക്കൂലിപ്പണമായി 2 ലക്ഷത്തോളം രൂപയും മലപ്പുറത്ത് ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിൽ കണക്കിൽപ്പെടാത്ത തുകയും വിജിലൻസ് പിടിച്ചെടുത്തു. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ 9 വിദ്യാർത്ഥികൾ മാത്രമുള്ള ക്ലാസ്സിൽ 19 കുട്ടികളെ വ്യാജമായി അഡ്മിഷൻ എടുത്തതായി കാണിച്ച് അറ്റൻഡൻസ് നൽകി വരുന്നതായും കണ്ടെത്തി. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന്റെ കൂടാതെ വകുപ്പ് തല നടപടികളും ഉണ്ടാകും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.